വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. PSC പരീക്ഷകൾക്ക് ധാരാളം ചോദ്യങ്ങൾ വരാറുള്ള സയൻസ് ഭാഗത്തു നിന്നുള്ള ഒരു ടോപ്പിക്കാണെന്ന് നമ്മൾ പഠിക്കുന്നത്. രക്തം, ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പല രീതിയിലുള്ള പല തരത്തിലുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. അത് LGSനും ഇത് ധാരാളം ആവർത്തിച്ച് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഇത് പ്രധാനമായിട്ട് നമ്മൾ ഈ ഭാഗം പഠിക്കണം കേട്ടോ. അപ്പൊ രക്തത്തെ കുറിച്ച് പറയുമ്പോൾ രക്തത്തെ കുറിച്ചിട്ടുള്ള പഠനം എന്താണെന്ന് ആദ്യം തന്നെ പഠിക്കുക. രക്തത്തെ കുറിച്ചിട്ടുള്ള പഠനത്തെ ഹെമറ്റോളജി എന്നാ വിളിക്കണം കേട്ടോ. രക്തത്തെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹെമറ്റോളജി ആണ് രക്തത്തെ കുറിച്ചുള്ള പഠനം. ഇനി ജീവന്റെ നദി എന്ന രക്തത്തെ വിളിക്കുന്നുണ്ട്. രക്തത്തിനെ എന്താ വിളിക്കണേ? ജീവന്റെ നദി എന്ന രക്തത്തെ വിളിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ജീവന്റെ നദി ട്ടോ. ഇനി രക്തത്തിന്റെ pH എത്രയാന്ന് ചോദിച്ചാൽ 7.4 ആണ്. മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. രക്തത്തിന്റെ pH എത്രയാണ്? 7.4. ഇനി പ്രായപൂർത്തിയായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി രക്തത്തിന്റെ അളവ് 5 മുതൽ 5.5 ലിറ്റർ വരെ ഉണ്ട് കേട്ടോ. ഇത് ചെറിയ രീതിയിലുള്ള 5.6 അങ്ങനെയൊക്കെയുള്ള ചെറിയ രീതിയിലുള്ള വ്യത്യാസമൊക്കെ കാണാറുണ്ട്. 5 മുതൽ 5.5 ലിറ്റർ വരെയാണ്. രക്തം കട്ട പിടിക്കാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ചാൽ 3 മുതൽ 6 മിനിറ്റ് വരെ എന്തിനെടുക്കും? ഇത്രേ രക്തം കട്ട പിടിക്കാനായിട്ട് എടുക്കും. രക്തം കട്ട പിടിക്കാൻ 3 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെ രക്തം കട്ട പിടിക്കാനായിട്ട് എടുക്കും. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തുവിന്റെ പേരെന്താണ്? ഹെപ്പാരിൻ എന്നാണ്. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ധാരാളം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഹെപ്പാരിൻ ട്ടോ. ഇനി ബ്ലഡ് ബാങ്കിലൊക്കെ രക്തം സൂക്ഷിക്കും. ബ്ലഡ് ബാങ്കില് രക്തം സൂക്ഷിക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ് ബ്ലഡ് ബാങ്കില് രക്തം സൂക്ഷിക്കുന്നത്. ബ്ലഡ് ബാങ്കില് രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവിന്റെ പേര് സോഡിയം സിട്രേറ്റ് ആണ്. അപ്പൊ സോഡിയം സിട്രേറ്റ് എന്ന് പറയുന്ന രാസവസ്തു ചേർത്തിട്ടാണ് ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് സൂക്ഷിച്ചു വെക്കുക, രക്തം കട്ട പിടിക്കുന്നത് തടയാണ്ടിരിക്കാൻ. ഈ ബ്ലഡ് ബാങ്ക് ആരാ കണ്ടുപിടിച്ചത്? ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ്. ചാൾസ് റിച്ചാർഡ് ഡ്രൂ, ഇദ്ദേഹമാണ് എന്ത് കണ്ടുപിടിച്ചത്? ബ്ലഡ് ബാങ്ക് കണ്ടുപിടിച്ചത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി രക്തം നമ്മൾ ലിക്വിഡ് ആയിട്ടാ കാണുന്നത്. ആ രക്തത്തിലെ ദ്രാവക ഭാഗത്തെ നമ്മൾ പ്ലാസ്മ എന്നാ വിളിക്കുക. രക്തത്തിലെ ദ്രാവക ഭാഗത്തെ എന്താ വിളിക്കുക? പ്ലാസ്മ ട്ടോ. രക്തകോശങ്ങളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്മയിലാണ് എന്ന് പറയും. രക്തകോശം എവിടെയാ കാണുന്നത്? പ്ലാസ്മയിൽ. ഈ പ്ലാസ്മയില് രക്തത്തിലെ 55% പ്ലാസ്മയാണ്. രക്തത്തില് 55% പ്ലാസ്മയാണ്. ഈ പ്ലാസ്മയില് 90 മുതൽ 92% വരെ ജലാണ്. ഇപ്പൊ രക്തത്തില് പ്ലാസ്മയുടെ അളവ് 55%. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%. ഈ പ്ലാസ്മയില് 90 മുതൽ 92% വരെ എന്താണ്? വെള്ളമാണ് ട്ടോ. ഇനി പ്രധാനപ്പെട്ട പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്നൊന്ന് പഠിച്ചു വെക്കുക. പ്രധാനപ്പെട്ട പ്ലാസ്മ പ്രോട്ടീനുകളാണ് ആൽബുമിൻ. എന്താണ്? ആൽബുമിൻ. അടുത്തതിന്റെ പേര് ഗ്ലോബുലിൻ. പ്ലാസ്മ പ്രോട്ടീനുകളുടെ പേരാ നമ്മൾ പറയണേ. ആൽബുമിൻ, ഗ്ലോബുലിൻ. അടുത്തത് ഫൈബ്രിനോജൻ. എന്താണ്? ഫൈബ്രിനോജൻ. അപ്പോ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ തുടങ്ങിയവ എന്താണ്? പ്ലാസ്മ പ്രോട്ടീനുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി രക്തകോശങ്ങൾ പ്രധാനമായിട്ടും 3 തരാണ്. രക്തകോശങ്ങൾ പ്രധാനമായിട്ടും 3 തരാണ്. ഒന്ന് റെഡ് ബ്ലഡ് സെല്ല്. റെഡ് ബ്ലഡ് സെൽ എന്ന് പറഞ്ഞാൽ ചുവന്ന രക്താണുക്കൾ. അടുത്തത് വൈറ്റ് ബ്ലഡ് സെല്ല് കേട്ടോ. വൈറ്റ് ബ്ലഡ് സെല്ല് അഥവാ വെളുത്ത രക്താണുക്കൾ അല്ലെങ്കിൽ ശ്വേത രക്താണുക്കൾ. അടുത്തത് പ്ലേറ്റ്ലെറ്റ്സുകൾ. എന്താണ്? പ്ലേറ്റ്ലെറ്റ്സുകൾ, പ്ലേറ്റ്ലെറ്റുകൾ. അത്രയാണ് 3 തരത്തിലുള്ള എന്താന്ന് പറയുന്നത്. ഇത് രക്തകോശങ്ങളാണ്. രക്തകോശങ്ങൾ 3 തരാണ്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്. 3 കാര്യങ്ങളാണ് കേട്ടോ. ഈ രക്തകോശങ്ങൾ എവിടെയാണ് നിർമ്മിക്കുന്നത്? രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? അസ്ഥിമജ്ജയിൽ വെച്ചാണ്. അസ്ഥിമജ്ജയിലാണ് രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മള് റെഡ് ബ്ലഡ് സെൽ അഥവാ
അരുണ രക്താണുക്കളെ കുറിച്ച് പഠിക്കുകയാണ്. അരുണ രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എറിത്രോസൈറ്റ്സ് എന്നാണ്. എറിത്രോസൈറ്റ്സ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നതാണ് അരുണ രക്താണുക്കൾ അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെല്ല് എന്ന് പറയുന്നത്. ഈ അരുണ രക്താണുക്കൾക്ക് ഡിസ്കിന്റെ ആകൃതിയാണ്. എന്തിന്റെ ആകൃതിയാണ്? ഡിസ്കിന്റെ ആകൃതിയാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏത് കോശങ്ങളാണ്? ഏറ്റവും കൂടുതൽ കാണുന്നത് അരുണ രക്താണുക്കളാണ്. മനുഷ്യരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം അരുണ രക്താണുക്കളാണ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം, ഏറ്റവും കൂടുതൽ ആയുസ് എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്, 120 ദിവസം. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശമാണ് അരുണ രക്താണുക്കൾ. ഇനി അടുത്തത്, അരുണ രക്താണുക്കളുടെ അടുത്ത പ്രത്യേകത മർമ്മമില്ലാത്ത, ഇതിനെന്തില്ല? മർമ്മമില്ലാത്ത എന്താണ്? രക്തകോശങ്ങളാണ്. RBCക്ക് എന്ത് കളറാണ്? ചുവന്ന നിറമാണ്. ആ ചുവന്ന നിറം നൽകുന്ന വർണ്ണവസ്തുവിന്റെ പേര് ഹീമോഗ്ലോബിൻ എന്നാണ്. RBCക്ക് ചുവന്ന നിറം നൽകുന്നത് എന്താണ്? ഹീമോഗ്ലോബിൻ ആണ്. ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്. ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പ്രധാന ഘടകം ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്. ഈ ഹീമോഗ്ലോബിനിൽ ഏത് ലോഹമാണ് അടങ്ങിയിരിക്കണേന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇരുമ്പ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? ഇരുമ്പ്. രക്തത്തിൽ ഇരുമ്പിന്റെ അംശം കുറയുമ്പോൾ അല്ലെങ്കിൽ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗത്തെ നമ്മൾ വിളിക്കുന്നു അനീമിയ. എന്താണ്? അനീമിയ ട്ടോ, അനീമിയ. ഈ ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. ഇത്രയാണ് ചുവന്ന രക്താണുക്കളെ കുറിച്ച് പഠിക്കാൻ. ഇനി നമ്മൾ പഠിക്കുന്നു വൈറ്റ് ബ്ലഡ് സെൽ അഥവാ ശ്വേത രക്താണുക്കൾ അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കൾ. വെളുത്ത രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം ല്യൂക്കോസൈറ്റ് എന്നാണ്. വെളുത്ത രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം ല്യൂക്കോസൈറ്റ് എന്നാണ്. ഇതിന് 10 മുതൽ 15 ദിവസം വരെ ആയുസുള്ളൂ. നേരത്തെ 120 ദിവസം ആയുസ് പറഞ്ഞു അല്ലെ. മനുഷ്യ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി വളരെ ഇമ്പോർട്ടന്റ് ആണ്. രോഗപ്രതിരോധ ശേഷി നൽകുന്നത് ഏത് രക്തകോശാണ്? ശ്വേത രക്താണുക്കളാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്ന് വിളിക്കുന്നതും വൈറ്റ് ബ്ലഡ് സെൽസിനെയാണ്. ഈ വൈറ്റ് ബ്ലഡ് സെല്ല് ഉണ്ടല്ലോ മക്കളെ, ഈ വൈറ്റ് ബ്ലഡ് സെല്ലിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗത്തെ നമ്മൾ ലുക്കോപീനിയ എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ലുക്കോപീനിയ ട്ടോ. കുറയുന്നത് മൂലം ലുക്കോപീനിയ, കൂടുന്നത് മൂലം ഉണ്ടാകുന്നതാണ് ലുക്കീമിയ. കൂടുന്നത് മൂലം ലുക്കീമിയ, കുറയുന്നത് മൂലം എന്താണ്? ലുക്കോപീനിയ. ക്ലിയർ ആയില്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ പറഞ്ഞത്? വൈറ്റ് ബ്ലഡ് സെൽസ്. ഇനി ഒരു സംഭവം കൂടി ഇല്ലേ പഠിക്കാൻ? പ്ലേറ്റ്ലെറ്റ്. എന്താണ്? പ്ലേറ്റ്ലെറ്റും കൂടിയും പഠിക്കാണ്ട് ഇല്ലേ? പ്ലേറ്റ്ലെറ്റ്സ്. ഈ പ്ലേറ്റ്ലെറ്റ്സിന്റെ ശാസ്ത്രീയ നാമം എന്താന്ന് വെച്ചാൽ ത്രോംബോസൈറ്റ് എന്നാ പറയാ. ത്രോംബോസൈറ്റ്. പ്ലേറ്റ്ലെറ്റിന്റെ ശാസ്ത്രീയ നാമം എന്താ പറയാ? ത്രോംബോസൈറ്റ് എന്നാ പറയാ. ഇതിന് 7 ദിവസമാണ് ആയുസ്. 7 ദിവസം ട്ടോ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം. അപ്പൊ ചോദിക്കാം, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ്? ലോഹം കാൽസ്യമാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം K ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന
പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? പ്ലാസ്മ പ്രോട്ടീൻ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ്. ഇതൊക്കെ വളരെ പ്രധാനമാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റ്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. ഏതാണ് പ്ലാസ്മ പ്രോട്ടീൻ? ഫൈബ്രിനോജൻ ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് രക്തസമ്മർദ്ദത്തെ കുറിച്ച് പഠിച്ചാലോ, ബ്ലഡ് പ്രഷറിനെ കുറിച്ച്. രക്തസമ്മർദ്ദം അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? സിഗ്മോ മാനോമീറ്റർ. സിഗ്മോ മാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അഭിലഷണീയമായിട്ടുള്ള നമ്മുടെ രക്തസമ്മർദ്ദ നിരക്ക് 120/80 mmHg ആണ്. 120/80. മനുഷ്യ ശരീരത്തിലെ എന്താണ്? സാധാരണ സിസ്റ്റോളിക് പ്രഷർ ആണ്. സാധാരണ സിസ്റ്റോളിക് ആണ് ചോദിക്കുന്നതെങ്കിൽ സിസ്റ്റോളിക് പ്രഷർ 120 mmHg പറയണം. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ സാധാരണ ഡയസ്റ്റോളിക് പ്രഷർ ആണ് ചോദിക്കുന്നതെങ്കിൽ ഡയസ്റ്റോളിക് 80 mmHg ആണ്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ സാധാരണ രക്തസമ്മർദ്ദ നിരക്കാണ് ചോദിക്കുന്നതെങ്കിൽ 120/80 mmHg പറയണം കേട്ടോ. ഈ അഭിലഷണീയമായിട്ടുള്ള നിരക്ക് ഇതാണ്. ഇതിൽ നിന്നും രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയെ, ആ നിരക്കിൽ നിന്നും കുറഞ്ഞാൽ അതിനെ നമ്മൾ ഹൈപ്പോടെൻഷൻ എന്ന് വിളിക്കുന്നു. കുറഞ്ഞാൽ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹൈപ്പോടെൻഷൻ എന്ന് വിളിക്കുന്നു. കുറയുന്നത് എന്താണ്? ഹൈപ്പോടെൻഷൻ ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്താണ്? കൂടുന്ന അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹൈപ്പർ ടെൻഷൻ അഥവാ അതിരക്തസമ്മർദ്ദം എന്ന് വിളിക്കുന്നു. കൂടിയാൽ ഹൈപ്പർ ടെൻഷനും കുറഞ്ഞാൽ ഹൈപ്പോടെൻഷനും. ഈ രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നത് എന്താണ്? ഉപ്പൊക്കെ ധാരാളം ഉപയോഗിക്കുക, കൊഴുപ്പുള്ള പദാർത്ഥങ്ങൾ ധാരാളം ഉപയോഗിക്കുക, പുകവലിക്കുക, വ്യായാമക്കുറവ്, ഇതൊക്കെ രക്തസമ്മർദ്ദത്തിന് കാരണമാകും കേട്ടോ. ഈ ഹൈപ്പർ ടെൻഷൻ ആയാലും ഹൈപ്പോ ടെൻഷൻ ആയാലും, അതായത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് എന്താണ്? സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം, അതുപോലെ തന്നെ ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക്, ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നമ്മുടെ ആ പ്രഷർ കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും എന്ന് നമ്മൾ ഓർത്തു വെച്ചോളൂ കേട്ടോ. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, രക്തവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പറയണത്. ഇനി അടുത്തത് നമുക്ക് രക്തവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാറുള്ളത് രക്തഗ്രൂപ്പുകളെ കുറിച്ചാണ്. രക്തഗ്രൂപ്പിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ രക്തഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുകയാണ് നമ്മള്. ഈ രക്തഗ്രൂപ്പ് കണ്ടെത്തിയ ആളുടെ പേര് ചോദിച്ചിട്ടുണ്ട്. രക്തഗ്രൂപ്പ് കണ്ടെത്തിയ ആളുടെ പേര് കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്ന ആളാണ് രക്തഗ്രൂപ്പ് കണ്ടെത്തിയത്. കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് കേട്ടോ. ഇനി അടുത്തത് രക്തഗ്രൂപ്പ്, പോസിറ്റീവ് രക്തഗ്രൂപ്പ് ഉണ്ട്, നെഗറ്റീവ് രക്തഗ്രൂപ്പ് ഉണ്ട്. ഇത് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത് രക്തത്തിലെ RH ഫാക്ടർ ആണ്. എന്താണ്? RH ഫാക്ടർ ആണ്. ഈ RH ഫാക്ടർ കണ്ടെത്തിയതും കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. അത് റീസസ് കുരങ്ങുകളിലാണ് അദ്ദേഹം കണ്ടെത്തിയത്. റീസസ് കുരങ്ങുകളിൽ RH ഫാക്ടർ കണ്ടെത്തിയത് ആരാണ്? കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് O പോസിറ്റീവും വളരെ കുറവായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് AB നെഗറ്റീവുമാണ്. കൂടുതൽ O പോസിറ്റീവും കുറവ് AB നെഗറ്റീവുമാണ്. ഇനി അപൂർവം ആളുകളിൽ കാണപ്പെടുന്ന, ഏറ്റവും അപൂർവമായിട്ട് ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്നു ബോംബെ ഗ്രൂപ്പ്. എന്താണ്? ബോംബെ ഗ്രൂപ്പ് കേട്ടോ. ആദ്യമായിട്ട് കൃത്രിമമായിട്ട് രക്തം എന്താണ് ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമ രക്തത്തിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഹീമോപ്യുവർ എന്നാണ്. ഹീമോപ്യുവർ, ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമ രക്തം ഹീമോപ്യുവർ ആണ്. ഇനി നമ്മളോട് ചോദിക്കാറുണ്ട് ആന്റിജൻ. എന്താണ്? ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പും. ആന്റിജൻ ഇല്ലാത്ത
എന്താണ് ബ്ലഡ് ഗ്രൂപ്പ് O ഗ്രൂപ്പും. അടുത്തത് ആന്റിബോഡി. ആന്റിബോഡി ഇല്ലാത്ത, ആന്റിജൻ ഇല്ലാത്തത് O ഗ്രൂപ്പ് ആണെങ്കിൽ ആന്റിബോഡി ഇല്ലാത്തത് AB ഗ്രൂപ്പുമാണ് എന്ന് ഓർത്തു വെക്കാം. ഒരാൾക്ക് ഒരു സമയം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിന്റെ അളവ് 300 മില്ലി ലിറ്റർ ആണ്. 300 മില്ലി ലിറ്റർ ആണ്. അത് 3 മുതൽ 4 മാസം വരെയുള്ള എന്താ പറയാ ഇടവേളകളിൽ നമുക്ക് 3 മാസത്തിന് 4 മാസത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനി രക്തത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ രക്തക്കുഴലുകളെ കുറിച്ചും ഒന്ന് പഠിച്ചു വെക്കുക. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. എന്താണ് സാർവത്രിക ദാതാവ്? അങ്ങനെ നമ്മളോട് ചോദിക്കാറുണ്ട്. സാർവത്രിക ദാതാവ് എന്ന് വിളിക്കുന്നത് O ഗ്രൂപ്പിനെയാണ്. സാർവത്രിക സ്വീകർത്താവ് എന്ന് വിളിക്കുന്നത് AB ഗ്രൂപ്പിനെയുമാണ് എന്ന് ഓർത്തു വെക്കുക. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്തക്കുഴലുകളെ കുറിച്ചാണ്. രക്തക്കുഴലുകളെ കുറിച്ചിട്ടുള്ള പഠനത്തെ ആൻജിയോളജി എന്ന് വിളിക്കുന്നു. രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനം എന്താണ്? ആൻജിയോളജി ആണ് ട്ടോ. എന്താണ്? ആൻജിയോളജി ആണ്. ഓക്സിജൻ അടങ്ങിയ രക്തത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ശുദ്ധരക്തം എന്ന് വിളിക്കുന്നു. ഓക്സിജൻ ഇല്ലാത്ത രക്തത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? അശുദ്ധ രക്തം എന്ന് വിളിക്കുന്നു. എന്താണ്? അശുദ്ധ രക്തം എന്ന് വിളിക്കുന്നു. രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കുന്നു? എന്താണ്? അതീറോസ്ക്ലീറോസിസ്. ജീവിതശൈലി രോഗങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിയുന്ന അവസ്ഥയാണ്. രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ, അവസ്ഥയെ നമ്മൾ വിളിക്കുന്നു ത്രോംബോസിസ്. എന്താ വിളിക്കണേ? ത്രോംബോസിസ് എന്ന് വിളിക്കുന്നു. ഇനി രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹെമറേജ് എന്ന് വിളിക്കുന്നു. എന്താണ് രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ? ഹെമറേജ് ആണ്. രക്തക്കുഴലുകളിലെ തടസ്സങ്ങൾ മാറ്റുന്ന ചികിത്സയ്ക്ക് നമ്മൾ എന്ത് വിളിക്കുന്നു? ആൻജിയോപ്ലാസ്റ്റി എന്ന് വിളിക്കുന്നു. തടസ്സങ്ങൾ അറിയാനായിട്ട് ആൻജിയോഗ്രാം നമ്മൾ ചെയ്യും അല്ലെ? അതിനുശേഷം തടസ്സം മാറ്റുന്നത് ആൻജിയോപ്ലാസ്റ്റി ആണ്. ഇനി നിശബ്ദ കൊലയാളി. എന്താണ്? എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് നിശബ്ദ കൊലയാളി. എന്താണ് നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത്? ഉയർന്ന രക്തസമ്മർദ്ദമാണ്. ഉയർന്ന രക്തസമ്മർദ്ദത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? നിശബ്ദ കൊലയാളി എന്ന് വിളിക്കുന്നു ട്ടോ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഔഷധത്തിന്റെ പേര് എന്താണ്? റിസർപിൻ ആണ്. ഏത് ഔഷധമാണ്? റിസർപിൻ എന്ന ഔഷധമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സയൻസ് ഭാഗത്ത് നിന്നുള്ള രക്തവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, രക്തവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചറോട് ഒന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.